സുകുമാരി. സോറി. ശ്രീമതി സുകുമാരി കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്ത് മൂലവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാ. തിരുനക്കര അമ്പലത്തിന് പിന്നെ മൂലമറ്റമൊക്കെ എനിക്കറിയാം. അപ്പൊ ഹലോ. കേൾക്കുന്നുണ്ട്. ശ്രീമതി സുകുമാരി ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ അതോ റിട്ടയർ ചെയ്തോ? ചുമ്മാ വീട്ടിൽ ഇരിക്കുവോ സാറേ, ജോലിയൊന്നുമില്ല സാർ. എനിക്കൊരു സന്തോഷ വാർത്ത, ഞാൻ മാസങ്ങളായി കൂട്ടിയിരുന്ന് വിളിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പൊതുവേദിയിൽ കിട്ടുന്നില്ല. ഇന്ന് എനിക്ക് കിട്ടിയപ്പോ എനിക്ക് എന്നാ പറയണ്ടേന്ന് പോലും അറിയാൻ മേല, അത്രയ്ക്ക് സന്തോഷാ സാറേ. ഏതായാലും എനിക്കൊന്ന് വലിയ സന്തോഷമാണ്. കാരണം ഞാന് ഇത്രയും നാൾ ഒരു എൻ ഡി അത് ശ്രമിച്ച് ഒരാൾ പൊതുവേദിയിൽ വന്ന് ഇന്ന് എന്നോട് സംസാരിക്കാൻ തയ്യാറായല്ലോ. അപ്പൊ അത് ഭയങ്കര ശ്രമം നടത്തി വന്നെന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷം സാറേ. എനിക്ക് എല്ലാ കാര്യം എന്നെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു 4 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പൊതുവേദി കാണാത്ത പരിപാടിയേ എനിക്കില്ല. എനിക്ക് ഇന്ന് ഇത് കിട്ടിയപ്പോ ഞാൻ 3:50 മുതൽ വിളിക്കാൻ തുടങ്ങിയത്, ഇപ്പോഴെനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ കറണ്ട്, അവിടെ ഈ നിങ്ങളുടെ പ്രദേശത്തല്ലേ എത്ര ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉള്ളത്? അപ്പൊ നിങ്ങക്ക് കറണ്ട് ഇല്ലേ? അല്ല, അഥവാ ഇല്ലാതെ വന്നാലെങ്കിലും വഴി നമ്മളെ മരം വെട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ അന്നേരമൊക്കെ ഇല്ലാതെ വന്നാ അങ്ങനെ മാത്രം ഞാൻ വിളിക്കാതെ കാണാതിരിക്കുന്നുള്ളൂ ഇത്. പക്ഷെ സാറേ, എനിക്ക് സാറിനോട് ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു സാറേ. സാറിനോടൊക്കെ പലരും പല രീതി കേൾക്കാൻ കൊള്ളാത്തില്ലാത്ത വാക്കുകളൊക്കെ, ആരുടെ പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അവരോടൊക്കെ സാറൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ എതിർത്ത് അവരെ പറഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ, ആളെയൊന്നും പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല, കഴിഞ്ഞ ദിവസമൊക്കെ 1-2 പേരൊക്കെ ഒത്തിരി സാറിനോട്, മറ്റേ സാറില്ലേ കിരൺ സാറ്, ഹലോ കേൾക്കുന്നുണ്ട്, കിരൺ സാറിനോട് കിരൺ സാറിന് വന്നതിനെ എതിർത്ത് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഈ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ മറ്റൊരാളുടെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ വന്നിരിക്കുമ്പോൾ ഞാൻ അന്നേരം പെട്ടെന്ന് അത് അത്ര ഭാഗം ഞാൻ മാറ്റിക്കളയും. എനിക്ക് ഇഷ്ടമില്ല അതിനെ കേൾക്കുന്നത്. അത് പറയുമ്പോൾ സാറൊക്കെ അവരോട് എതിര് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സാറിനോടൊക്കെ ഒത്തിരി നേരിട്ടൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അന്നേരം തോന്നാറുണ്ട്. ആണോ? ഞാൻ ഒരു ദിവസം ആ മൂലമറ്റം വഴിയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. പക്ഷെ വീട്ടിൽ വന്നാൽ എനിക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമോ? അയ്യോ, അതിനെന്നാ സാറേ, ഒരു കുഴപ്പമില്ല. എന്റെ വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല. അതിനെന്നാ എന്ത് തരും? കപ്പയാണോ തരുക? കപ്പയുണ്ട്, ഒരു കുഴപ്പമില്ല, കപ്പയുണ്ട്. സാറേ, കൊച്ചിന്റെ കാര്യം അതിന് അവാർഡ് കൊടുക്കേണ്ടതല്ല സാറേ. കുട്ടികൾക്ക് അവാർഡുകൾ കിട്ടേണ്ടതാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വലിയ തലമുറയുടെ പുതിയ ഉത്തരവാദിത്വം ആണ്. അത് നമ്മൾ എല്ലാ കാലത്തും പാലിക്കണം. അപ്പൊ ഞാനൊരു ദിവസം നമുക്ക് ആ മൂലമറ്റത്ത് വെച്ച് കാണാം. അപ്പൊ എനിക്ക് കപ്പയൊക്കെ ഉണ്ടാക്കി തരാം. മൂലവട്ടമാണ് അല്ലേ? മൂലവട്ടം ഇരിക്കും. ഇത് കോട്ടയം ജില്ലയില. ഞാൻ വിചാരിച്ചു മൂലമറ്റമാണെന്ന്. ഓക്കെ, മൂലവട്ടം. കോട്ടയം. ഓക്കെ. ശരി. സാറിനെ വിളിച്ചത് വളരെ സാധാരണ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ എത്രയോ മാസങ്ങളായി കുത്തിയിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിന്ന് ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ഇത്രയും ശ്രമത്തിന് ശേഷം ഒരാൾ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഓസ്കാർ, എനിക്ക് മമ്മൂട്ടിയെ പോലെ ഒരു അവാർഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അയ്യോ സാറേ, എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം സാറൊക്കെ ഈ ഉടായ്പ വർത്താനം പറയുന്നവരോട് എതിര് പറയുന്ന കേൾക്കുമ്പോഴുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. സാറിനെ ഒന്ന് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഇന്ന് ഒരു ചിക്കൻ കൂട്ടി ഉണ്ട സന്തോഷം എനിക്ക്. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇങ്ങനെ പ്രേക്ഷകർ വിളിക്കുമ്പോഴാണ് പൊതുവേദിക്ക് വലിയ സന്തോഷം കേട്ടോ. കാരണം നമ്മളെ ആളുകൾ അത്ര കണ്ട് ഗൗരവത്തിലെടുക്കുന്നത്. അയ്യോ, ഞാനിത് കാണാത്ത പരിപാടിയേ ഇല്ല. എനിക്ക് എന്റെ കൊച്ചമ്മ കഴിഞ്ഞ ദിവസം മരിച്ചാണ്. എന്നിട്ട് 4 മണിക്ക് ഇത് വന്നിരുന്ന് കേട്ടിട്ടാ ബാക്കി കാര്യം ചെയ്തത്. ആണോ? ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ മറ്റൊരു പ്രേക്ഷകർ എന്നോട്